നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അത് നമ്മുടെ രാജ്യത്തെ 7ാമത്തെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് കേന്ദ്ര ഗവൺമെന്റ് NIRF റാങ്കിങ്ങിൽ വന്ന യൂണിവേഴ്സിറ്റിയാണ് അമൃത യൂണിവേഴ്സിറ്റി. നാം അറിയുന്ന പോലെ നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ പ്രവർത്തനമുള്ള ഈ അമൃത യൂണിവേഴ്സിറ്റിയിൽ റെഗുലർ ആയിട്ട് പഠിക്കാനായിട്ട് അഡ്മിഷൻ നേടുക അത്ര എളുപ്പമുള്ള കാര്യമില്ല. എന്നാൽ ഈ അമൃതയുടെ ഡിഗ്രിയും PGയും ഒക്കെ ഓൺലൈനിൽ പഠിക്കുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് BCom, BBA, BCA പോലെയുള്ള കോഴ്സുകൾ, അല്ലെങ്കിൽ PGയിൽ MCom, MBA, MCA പോലെയുള്ള കോഴ്സുകളൊക്കെ ഓൺലൈനായിട്ട് പഠിക്കുവാനായിട്ട് കഴിയും. ഓർക്കുക, 2021 മുതൽ UGC ഇന്ത്യയിലെ ടോപ്പ് ഒരു 10-40 യൂണിവേഴ്സിറ്റികൾക്ക് ഓൺലൈനിലൂടെ ഡിഗ്രിയും PGയും ഒക്കെ ഓഫർ ചെയ്യുവാനായിട്ട് അനുവാദം നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് അമൃത എന്നുള്ളത്. ഓർക്കുക, ഈ ഓൺലൈനിലൂടെ പഠിക്കുക എന്നുള്ളതിന് പല ബെനിഫിറ്റ്സ് ഉണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റെഗുലർ പഠനത്തിന് ഒരുപക്ഷെ അഡ്മിഷൻ കിട്ടാതെ വരുമ്പോൾ ഇതേപോലെയുള്ള ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ ഓൺലൈനിലൂടെ പഠിക്കുമ്പോൾ അഡ്മിഷൻ കിട്ടാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്ന് മാത്രവുമല്ല, മറ്റ് റെഗുലർ പഠനത്തെക്കാൾ കുറഞ്ഞ ചെലവിൽ പഠിക്കാം. എനിവെയർ എനി ടൈം ലേണിംഗ് ആണ് സാധ്യമാകുന്നത്. അതായത് ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് സൗകര്യമുള്ളിടത്ത് സമയത്ത് പഠിക്കുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് ഈ വീട്ടമ്മമാര് അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽസ് ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഫുൾ ടൈം ആയിട്ട് റെഗുലർ ആയിട്ട് പഠിക്കാൻ കഴിയാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ, അതായത് വിദൂര വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ കോണ്ടാക്ട് ക്ലാസ്സിന് എക്സാമിനേഷനൊക്കെ എക്സാം സെന്ററുകൾ തേടി പോകേണ്ടി വരുമ്പോൾ പരീക്ഷയും പഠനവും എല്ലാം വീട്ടിലിരുന്ന് സാധ്യമാകുന്ന ഒന്നാണ് ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇതിന് ഡിമാൻഡ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനി ടൈം എനിവെയർ ലേണിംഗ് സാധ്യമാകും. എന്ന് മാത്രവുമല്ല, ക്ലാസ്സുകളൊക്കെ സാധാരണഗതിയിൽ വീക്കെൻഡ്സിലായിരിക്കും. സാറ്റർഡേയോ സൺഡേയോ 1 hour ഒക്കെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കത്തുള്ളൂ. അത് മിസ്സായാലും അറ്റൻഡൻസ് ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മിസ്സായാലും വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിന്റെ റെക്കോർഡഡ് വീഡിയോസ് ഒക്കെ ഇവരുടെ LMSൽ ലഭ്യമാകും. അപ്പൊ അതൊക്കെ കണ്ട് മെറ്റീരിയൽസ് ഒക്കെ വായിച്ച് പഠിച്ച് പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുവാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, പരീക്ഷകളും ഒക്കെ ഓൺലൈനിലൂടെ തന്നെയായിരിക്കും. അപ്പൊ എല്ലാ കാര്യങ്ങളും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാം എന്നുള്ള വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. ഫീസ് കമ്പാരിറ്റീവ്ലി ലെസ്സറുമായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസരമാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ലഭ്യമാകുന്നത്. അതിൽ തന്നെ അമൃതയിൽ പഠിക്കുവാനുള്ള അവസരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഓർക്കുക, ഈ ഓൺലൈൻ എഡ്യൂക്കേഷനിൽ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ എടുക്കുന്ന ചില യൂണിവേഴ്സിറ്റികളെ കുറിച്ചൊക്കെ മുമ്പ് ഈ യൂട്യൂബ് ചാനൽ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ ഒന്നാണ് ജെയിൻ യൂണിവേഴ്സിറ്റി. ജെയിൻ യൂണിവേഴ്സിറ്റി കുറെ അധികം കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. എന്ന് മാത്രവുമല്ല, ആയിരക്കണക്കിന് അല്ലെങ്കിൽ 2.5 ലക്ഷത്തോളം അഡ്മിഷനാണ് ഓരോ വർഷവും ഇവര് ഈ ഓൺലൈൻ കോഴ്സുകൾക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ വളരെ ചുരുങ്ങിയ ഫീസിൽ പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയാണ് യെനപ്പോയ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ. അവിടെ ഏതാണ്ട് 18,000 ഫീസിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഡിഗ്രിയും PGയും ഒക്കെ പഠിക്കാനായിട്ട് കഴിയും. അതിനെക്കുറിച്ചും ഒക്കെ മറ്റു വീഡിയോകളിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കോട്ടയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന MG യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിൽ ഇതേപോലെ ഓൺലൈനിൽ ഡിഗ്രി ഓഫർ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി. പക്ഷേ MG യൂണിവേഴ്സിറ്റിക്ക് MCom എന്നുള്ളൊരു MCom എന്ന ഒറ്റ കോഴ്സ് മാത്രമേ ഉള്ളൂ. ഇതിനെക്കുറിച്ചൊക്കെ മറ്റു വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ പരിശോധിക്കാവുന്നതാണ്. അപ്പം ഈ അമൃത യൂണിവേഴ്സിറ്റിയിലെ ഈ ഡിഗ്രി PG കോഴ്സുകൾ ഏതൊക്കെയാണ്, അതിനെന്ത് ഫീസാവും, എങ്ങനെ അത് പഠിക്കാനായിട്ട് പറ്റും, എങ്ങനെയായിരിക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾ, അക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന അതുപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഞാൻ ഈ അമൃത യൂണിവേഴ്സിറ്റിയുടെ ഈ ഓൺലൈൻ കോഴ്സുകളെ കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാം. അമൃതയുടെ ഓൺലൈൻ കോഴ്സുകളെ അവർ വിളിക്കുന്ന അമൃത എഹെഡ് എന്ന പേരിലാണ്. അമൃത യൂണിവേഴ്സിറ്റി ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെന്റ് NIRF ഉണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിംഗ് ഫ്രെയിംവർക്ക്. അത് പ്രകാരം ഇന്ത്യയിലെ 7th ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇത് മാത്രവുമല്ല, വേൾഡ് റാങ്കിങ്സ് തന്നെ യൂണിവേഴ്സിറ്റികളുടെ കണക്കാക്കുന്ന QS റാങ്കിങ്സിലും THE അതായത് ടൈംസിന്റെ വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിലും ഒക്കെ പല മാനദണ്ഡങ്ങളിലും ഇന്ത്യയിലെ തന്നെ നമ്പർ 1 യൂണിവേഴ്സിറ്റി ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് അമൃത എന്നുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എമിനൻസ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഈ യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ ഡിഗ്രികൾ നേടുവാനുള്ള ഒരു അവസരമാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഇനി ഈ അമൃത ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അമൃത ഓൺലൈനിലൂടെ ഓഫർ ചെയ്യുന്ന അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ്, അതായത് ഡിഗ്രി പ്രോഗ്രാംസ്, BBA ഉണ്ട്, ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ BCA ഉണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, മറ്റൊന്നാണ് BCom കൊമേഴ്സ്. അതുപോലെ PG കോഴ്സുകൾ എന്ന് പറയുമ്പോൾ MBA ഉണ്ട്, MCA ഉണ്ട്, MCom ഉണ്ട്. കോഴ്സുകളിലൊക്കെ ഒരു പ്രത്യേകത,
നമ്മൾ കൺവെൻഷനലായിട്ട് കാണുന്ന സ്പെഷ്യലൈസേഷൻ മാത്രമല്ല, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷനുകളും ഈ മേഖലകളിൽ നിങ്ങൾക്ക് ഈ ഓൺലൈൻ കോഴ്സുകളുടെ ഭാഗമായിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. എന്ന് മാത്രവുമല്ല, ചില ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ചെയ്യാം. ആ കാര്യങ്ങൾ ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. ഓർക്കുക, നിങ്ങൾ ഈ BBA, BCA, BCom അല്ലെ MBA, MCA, MCom അല്ല കൺസിഡർ ചെയ്യുന്ന മറ്റ് കോഴ്സുകളാണ് എന്നുണ്ടെങ്കിൽ മറ്റു പല യൂണിവേഴ്സിറ്റികൾക്കും അങ്ങനെയുള്ള, ഉദാഹരണത്തിന് BA പഠിക്കേണ്ടവർക്ക് മറ്റു പല യൂണിവേഴ്സിറ്റികൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. അതിനൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിരിക്കുന്ന ലിങ്ക് പരിശോധിച്ച് അതായത് യൂണിവേഴ്സിറ്റികളുടെ കോഴ്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. കോഴ്സിന്റെ ഡ്യൂറേഷൻ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. റെഗുലർ പഠനം പോലെ തന്നെ ബാച്ചിലേഴ്സ് ഡിഗ്രി, സാധാരണ ഡിഗ്രിയൊക്കെ സാധാരണഗതിയിൽ 3 വർഷത്തെ കോഴ്സായിരിക്കും. PG കോഴ്സുകൾ, മാസ്റ്റേഴ്സ് ഡിഗ്രി 2 വർഷത്തെ കോഴ്സുകളായിരിക്കും. മാക്സിമം ഡിഗ്രി കോഴ്സ് 6 വർഷം വരെ എടുത്ത് നിങ്ങൾക്ക് പൂർത്തീകരിക്കാം. PG കോഴ്സുകളാണെങ്കിൽ 4 വർഷം കൊണ്ട് പൂർത്തീകരിക്കാം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി എന്തുകൊണ്ട് ഈ അമൃത യൂണിവേഴ്സിറ്റി മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വ്യത്യസ്തമാകുന്നു, അത് ഇവരിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ടോപ്പ് റാങ്ക് യൂണിവേഴ്സിറ്റികളാണ് സൂചിപ്പിച്ചു. ഇന്ത്യയിലെ തന്നെ 5th 7th ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് കേന്ദ്ര ഗവൺമെന്റ് തന്നെ തിരഞ്ഞെടുക്കുക യൂണിവേഴ്സിറ്റിയാണ്. അവിടെ നിന്ന് പഠിക്കാം എന്നുള്ളതാണ്. മറ്റേത് ഒരു കാരണം UGC എൻടൈറ്റിൽഡ് ആണ്, UGC അപ്രൂവ്ഡ് ഓൺലൈൻ ഡിഗ്രികളാണ് എന്നാണ്. നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ഓർക്കുക, ഓൺലൈനിൽ ഡിഗ്രി ഓഫർ ചെയ്യുന്ന എല്ലാം UGC അപ്രൂവൽ ലഭിച്ചതാകണമെന്നില്ല. അത് ശ്രദ്ധാപൂർവം നോക്കിയിട്ട് മാത്രമേ ഓൺലൈൻ ഡിഗ്രികൾക്ക് ജോയിൻ ചെയ്യാവുള്ളൂ. ഇത് UGC എൻടൈറ്റിൽഡ് ആണ് എന്നിവർ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ അഫോർഡബിൾ ആണ്. പൊതുവെ റെഗുലർ പഠനത്തെക്കാൾ കുറഞ്ഞ ചെലവിൽ പഠിക്കാം എന്നാണ് ഇവർ സൂചിപ്പിക്കുന്നത്. അപ്പോഴും ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ, ഈ അമൃതയുടെ ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠനം ഓൺലൈൻ പഠനങ്ങളിൽ അല്പം ഫീസ് കൂടുതലാണ് എന്നുള്ള കാര്യം അറിയുക. അമൃതയും ജെയിനും ഒക്കെ ഫീസ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. എന്നാൽ ഈ 18,000 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ ഡിഗ്രി പഠിക്കാവുന്ന യൂണിവേഴ്സിറ്റികളുമുണ്ട്. അങ്ങനെ ഒരെണ്ണമാണ് എനപ്പോയ എന്നുള്ളത്. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പരിശോധിക്കാം. എന്നാൽ കൂടുതൽ സർവീസസ് വേണം, കരിയർ സപ്പോർട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സർവീസുകൾ വേണം. അതിനല്പം ഫീസ് കൂടുതൽ കൊടുക്കാം, എന്നാൽ റെഗുലർ പഠനത്തിന്റെ ഫീസ് കൊടുക്കുകയും വേണ്ട. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ അമൃതയും ജെയിനും ഒക്കെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യുവാനായിട്ട് കഴിയും. മികച്ച ഫാക്കൽറ്റി ഇവർ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലെയും വിദേശത്തെയും ഒക്കെ ഫാക്കൽറ്റികൾ ക്ലാസ്സുകളിൽ നേതൃത്വം നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഓൺ ക്യാമ്പസ് പ്രോഗ്രാം, റെഗുലർ ആയിട്ടുള്ള പഠനത്തിന് പല കാര്യങ്ങളും ഇത് ഇക്വലന്റ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നു എന്ന് പറയപ്പെടുന്നു. അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്. നമ്മുടെ UGC തന്നെ ഇത് റെഗുലർ ക്യാമ്പസ് പഠനത്തിന് ഇക്വലന്റ് ആണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. വെസ് പോലെയുള്ള വിദേശ പഠനത്തിനൊക്കെ ആയിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ അതിന്റെ ക്രെഡിബിലിറ്റി ഒക്കെ അസസ് ചെയ്യുന്ന ഏജൻസികളൊക്കെ ഓൺലൈൻ ഡിഗ്രി ഒക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇത് പല കാരണങ്ങൾക്കാൽ കൊണ്ട് റെഗുലർ പഠനത്തിന് ഇക്വലന്റ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നുണ്ട്. ഇൻഡസ്ട്രി അലൈൻ കരിക്കുലം, ഇൻഡസ്ട്രിയുടെ ആവശ്യപ്രകാരമുള്ള കരിക്കുലം ഒക്കെയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അതേപോലെ ഈ റെഗുലർ പഠനത്തിൽ നമ്മൾ കാണുന്ന പ്ലേസ്മെന്റ് അസിസ്റ്റന്റ്, കരിയർ അസിസ്റ്റൻസ്, ഇതൊക്കെ ഈ ജെയിനും ഈ അമൃതയും ഒക്കെ നൽകുന്നുണ്ട്. അതുമാത്രമല്ല ഈ ജെയിൻ യൂണിവേഴ്സിറ്റി ഒക്കെ ആണെങ്കിൽ ജോബ് ഫെയറുകൾ പഠിച്ചിറങ്ങുന്നവർക്ക് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ പഠിച്ചെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഡിഗ്രി അവാർഡിംഗ് സെറമണി, കോൺവക്കേഷൻ സെറമണി പോലെയുള്ളവയൊക്കെ നടത്തുന്നുണ്ട്. ടൂർ പ്രോഗ്രാംസ് ഈ ഓൺലൈൻ പഠിക്കുന്നവർക്കൊക്കെ വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള പല പ്രോഗ്രാംസ് ഇവരൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റെഗുലർ പഠനമാണ്, എന്നാൽ പഠനത്തിന് ഈക്വലന്റ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടാം. എന്നാൽ നിങ്ങൾ കോളേജുകളിൽ പോകേണ്ട, നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പഠിക്കാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജസ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസും ഉണ്ട് എന്നുള്ള കാര്യം അറിയുക. മറ്റൊന്നാണ് ഈ വെർച്വൽ ലാബ്. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് BCA MCA ഒക്കെ പഠിക്കുന്നവർക്ക് ലാബ് സൗകര്യം വെർച്വൽ ആയിട്ട് തന്നെ ഓൺലൈനിലൂടെയൊക്കെ ലഭ്യമാകും. അപ്പോൾ അങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജസ് ഈ യൂണിവേഴ്സിറ്റികൾക്ക് ഓൺലൈനിലൂടെ തന്നെ ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അറിയുക. ഈ കോഴ്സുകളൊക്കെ ഇവർ ഓഫർ ചെയ്യുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വളരെ യുണീക്ക് ആയിട്ടുള്ള, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷനോടെയാണ്. അതേപോലെ ചില ഇൻഡസ്ട്രി കൊളാബറേഷനിലൂടെയൊക്കെയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് സിസ്കോ അല്ലെങ്കിൽ ആമസോൺ, അതേപോലെ കോംറ്റിയ എന്നൊക്കെ പറഞ്ഞാൽ ഈ സെക്യൂരിറ്റി മേഖലയിലൊക്കെയുള്ള ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് ആണ്. മൈക്രോസോഫ്റ്റ്, IBM പോലെയൊക്കെ കമ്പനികളുമൊക്കെ ആയിട്ട് ചില കൊളാബറേഷനിലൂടെയൊക്കെയാണ് ഇവരിങ്ങനെയുള്ള കോഴ്സുകൾ ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സർട്ടിഫിക്കേഷൻ നേടുന്നതിനും വ്യത്യസ്തമായ മേഖലകളിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നതിനുമൊക്കെ ഈ ഓൺലൈൻ ഡിഗ്രി PG പ്രോഗ്രാംസിൽ ഒരു അവസരമുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയുക. ഈ അമൃതയുടെയൊക്കെ ക്ലാസിന്റെ ഷെഡ്യൂൾ ഇവിടെ നൽകുന്ന ഒന്ന് ശ്രദ്ധിക്കുക. വീക്ക്ലി 1 hour, പ്രത്യേകിച്ച് വീക്കെൻഡ്സിൽ ഈവനിങ്സിലൊക്കെ ആയിരിക്കും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. അത് മിസ് ഔട്ട് ആയാൽ പോലും
അറ്റൻഡൻസിന്റെ വലിയ പ്രോബ്ലം ഒന്നുമില്ല. നിങ്ങൾക്ക് ആ ക്ലാസ്സുകളൊക്കെ റെക്കോർഡഡ് വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് ഇവരുടെ LMSൽ ലഭ്യമാവും. ഇവിടെ കാണാൻ സാധിക്കും റീഡിംഗ് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും, വീഡിയോ ലെക്ചേഴ്സ് ലഭ്യമാകും, അതേപോലെ ഡിസ്കഷൻ ഫോറംസ് ഉണ്ടായിരിക്കും. അപ്പോൾ 2 hours വീക്ക്ലി ബേസിസിൽ ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് നടക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫോറമിൽ വന്ന് ഡിസ്കസ് ചെയ്ത് അതൊക്കെ ക്ലാരിഫൈ ചെയ്ത് എടുക്കാവുന്നതാണ്. അതേപോലെ അസൈൻമെന്റുകളും ക്യൂസുകളും ഒക്കെ എവറി വീക്ക് കാണും. അതേപോലെയുള്ള ഈ അസൈൻമെന്റുകളിലൂടെയൊക്കെ മാർക്ക് നേടാവുന്നതാണ്. അതിനൊക്കെ അത് കഴിഞ്ഞിട്ടുള്ള ഈ എൻഡ് എക്സാമിനേഷൻ, സെമിസ്റ്റർ എക്സാമിനേഷൻ ഒക്കെ കൂടുതലും ഈ എന്താ പറയുക, ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. അതുകൊണ്ട് വലിയ എസ്സേ ആൻസേഴ്സ് ഒന്നും എഴുതാതെ തന്നെ മാർക്കുകളൊക്കെ നേടി വിജയിക്കുന്ന വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈ കോഴ്സുകൾ വിജയിക്കുന്നതിനും ഈ ഓൺലൈൻ കോഴ്സുകളിൽ അവസരങ്ങളുണ്ട്. അവർക്ക് ഈ അമൃത യൂണിവേഴ്സിറ്റിയുടെ ഫീസ് കമ്പാരിറ്റീവ്ലി മറ്റ് യൂണിവേഴ്സിറ്റികളെക്കാൾ കൂടുതലാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഞാൻ മുമ്പ് പറഞ്ഞ എന്നെപ്പോയൊക്കെ 18,000 ഫീ ഒക്കെ ഉണ്ടെങ്കിൽ ഈ അമൃതയുടെ ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു 10-30,000 രൂപയൊക്കെ ഒരു സെമിസ്റ്റർ ഫീസ് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ചില സ്കോളർഷിപ്പുകൾ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഓർക്കുക 10% മുതൽ 100% വരെ സ്കോളർഷിപ്പ് നേടുന്നതിനുള്ള അവസരങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു രൂപം മിനിമം 10% നേടാം എന്ന് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഷെഡ്യൂള് ഇവിടെ കാണാനായിട്ട് കഴിയും. ഓർക്കുക ഈ അമൃത യൂണിവേഴ്സിറ്റിയുടെ ഈ കോഴ്സിനൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ തന്നെ രജിസ്റ്റർ ചെയ്യുവാനായിട്ടും ബാക്കി പ്രോസസ്സുകളൊക്കെ നടത്തുവാനായിട്ട് കഴിയും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഒരു ലിങ്ക് നൽകിയേക്കാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവരുടെ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ കോഴ്സുകൾ, അതിൻ്റെ ബ്രോഷർ വായിക്കുക, അതിൻ്റെ ഫീസ്, സ്കോളർഷിപ്പ്, സിലബസ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓൺലൈനിലൂടെ തന്നെ അതിനെ അപേക്ഷിക്കാനായിട്ട് കഴിയും. നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഓൺലൈനിൽ തന്നെ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഓൺലൈനിൽ തന്നെ അപ്ലോഡ് ചെയ്ത് ഫീസും ഓൺലൈനിൽ അടച്ച് കോഴ്സിന് ജോയിൻ ചെയ്യുവാനായിട്ട് കഴിയും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇവരുടെ അഡ്മിഷൻ കൗൺസിലേഴ്സും ഒക്കെ ആയിട്ട് നേരിട്ട് സംസാരിക്കാനും കഴിയും. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് നൽകിയാൽ അഡ്മിഷൻ കൗൺസിലേഴ്സ് നേരിട്ട് നിങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകുന്നതായിരിക്കും. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ കൺവിൻസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ ഫീസ് ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. ബാക്കി സെമിസ്റ്റർ ഫീസൊക്കെ പേ ചെയ്യുക. അവിടെയും ഈ EMI പോലെയുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ ലോൺ പോലെയുള്ള സൗകര്യങ്ങൾ ലഭ്യമാകും. അമൃത യൂണിവേഴ്സിറ്റിയുടെ ലോണ് അത്ര കണ്ട് എളുപ്പമല്ല. എന്നാൽ ജെയിൻ യൂണിവേഴ്സിറ്റിയെ ലോൺ ലഭിക്കുവാനായിട്ട് കൂടുതൽ എളുപ്പമാണ് എന്നുള്ള കാര്യം കൂടി അറിയുക. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ജെയിൻ യൂണിവേഴ്സിറ്റി കൺസിഡർ ചെയ്യുന്നതായിരിക്കും അല്പം കൂടി ഉത്തമം എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കണ്ടെത്തിയ ഒരു അവസരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒഫീഷ്യൽ വെബ്സൈറ്റ്, അതിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അവിടെ പോയിട്ട് ഈ ജെയിൻ്റെയും അമൃതയുടെയും ഒക്കെ അല്ലെങ്കിൽ എനപ്പോയുടെയും ഒക്കെ സൈറ്റുകളിൽ പോയിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതല്ലെങ്കിൽ ഇതിന്റെ അഡ്മിഷൻ ടീമുമായിട്ട് ബന്ധപ്പെടുവാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രം മുന്നോട്ടേക്ക് പോവുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.